ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ ബ്രസീലിന്റെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ടാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇന്നത്തെ ജപ്പാനെതിരെയുള്ള മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. പകരക്കാരന്റെ വേഷത്തിൽ തന്നെയായിരിക്കും ഇന്നത്തെ മത്സരത്തിലും നെയ്മർ കളിക്കുക എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ എസ്പോർട്ടെ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് നെയ്മർ ഒരു സ്റ്റാർ പ്ലെയർ ആണ്, എന്തുകൊണ്ടും സ്റ്റാർട്ടിംഗ് 11-ൽ സ്ഥാനം അർഹിക്കുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ. പക്ഷേ തനിക്ക് ആഞ്ചലോട്ടി സ്ഥാനം നൽകാത്തത് കൊണ്ട് അക്കാര്യത്തിൽ പരിഭവമോ അതൃപ്തിയോ നെയ്മർ ജൂനിയർക്കില്ല എന്നുള്ളതാണ്. തൻ്റെ റോളിൽ അദ്ദേഹം ഹാപ്പിയാണ്. ടീമിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങൾക്കും അദ്ദേഹം കാരണമാകുന്നില്ല. തൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ച് റോൾ അത് വളരെ നല്ല രൂപത്തിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത്. ടീമിനകത്തെ കണ്ടീഷനുകൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. കഴിഞ്ഞ മത്സരത്തിലെ കോമ്പിനേഷനൊക്കെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഉൾപ്പെടുത്തുന്നില്ല എന്ന ഒരു പരാതിയോ പരിഭവമോ അതൃപ്തിയോ നെയ്മർ ജൂനിയർക്കില്ല. അത് CBF തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ സിറ്റുവേഷൻ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന നെയ്മറുടെ ഈ പെരുമാറ്റത്തെ വളരെ നല്ല രൂപത്തിലാണ് CBF ഇപ്പോൾ കാണുന്നത്. നെയ്മറുടെ റോളിൽ അവർ ഹാപ്പിയാണ്. മാത്രമല്ല CBFനകത്തെ ബ്രസീൽ ടീമിനകത്തെ പലരും നെയ്മർ ജൂനിയറെ ഇപ്പോൾ പ്രശംസിച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവായ ലീഡർഷിപ്പ് ഫിഗർ ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഇപ്പോൾ ബ്രസീലിയൻ ടീമിനകത്ത് മാറിയിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുമായി വളരെ നല്ല ബന്ധമാണ് ഇപ്പോൾ അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. മാത്രമല്ല ടീമിനകത്തുള്ള യുവതാരങ്ങളുമായി നെയ്മർ ജൂനിയർ വളരെ അടുത്ത് ഇടപഴകുന്നുണ്ട്, നല്ല രൂപത്തിൽ അവരെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ CBFന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാർലോ ആഞ്ചലോട്ടിക്കും അദ്ദേഹത്തിന്റെ കോച്ചിങ് സ്റ്റാഫിനും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും തനിക്ക് ലഭിച്ച റോളിൽ നെയ്മർ ജൂനിയർ ഹാപ്പിയാണ്. ശരിയാണ്, കൂടുതൽ കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണോ കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അത് കൃത്യമായി അനുസരിക്കാൻ നെയ്മർ ജൂനിയർ ഹാപ്പിയാണ്. ടീമിനകത്ത് അദ്ദേഹം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പോസിറ്റീവായ ഒരു അന്തരീക്ഷമാണ് നെയ്മർ ജൂനിയർ ഉണ്ടാക്കുന്നത്. ഏത് രൂപത്തിലും ബ്രസീലിനെ സഹായിക്കാൻ അദ്ദേഹം ഒരുക്കമാണ്. അത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. അതായത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയാൽ ഏത് രൂപത്തിലും ടീമിനെ സഹായിക്കാൻ നെയ്മർ ഒരുക്കമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിക്കൊണ്ട് പോലും കളിക്കാൻ നെയ്മർ ഒരുക്കമാണ്. ടീമിൽ ഇടം നേടുക എന്ന ഒരു ലക്ഷ്യമാണ് നെയ്മർ ജൂനിയർക്കുള്ളത് എന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ബ്രസീലിയൻ ടീമിനകത്ത് വളരെ പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടാക്കുന്നു എന്നാണ് ഗ്ലോബോ എസ്പോർട്ടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.